ഹായ് വെൽക്കം ബാക്ക്. എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം മാർക്ക് കൂടിയ ക്വസ്റ്റ്യൻസ് അത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അവസാനത്തിലായിരിക്കും വരുന്നത് അല്ലേ. അത് ചിലപ്പോൾ ഒരു ആർട്ടിക്കിൾ ആയിരിക്കാം, ചിലപ്പോൾ ഒരു എസ്സേ ആയിരിക്കാം, ചിലപ്പോൾ ഒരു സ്പീച്ച് ആയിരിക്കാം. പക്ഷേ എല്ലാ തവണയും നമ്മളോട് മുടങ്ങാതെ ചോദിക്കുന്ന ഏറ്റവും മാർക്ക് കൂടിയ ഒരു ക്വസ്റ്റ്യൻ ആണ് പോയം കമ്പാരിസൺ എന്ന് പറയുന്നത്. 10ാം ക്ലാസ്സിൽ SSLCയിൽ നമ്മളൊരു അപ്രിസിയേഷൻ നോട്ട് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് പഠിച്ചിരുന്നു. +1 വന്നപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി കട്ടി കൂടിയ ഒരു സാധനമാണ് നമ്മൾ പഠിച്ചത്. അതായത് നമുക്ക് ഫെമിലിയർ അല്ലാത്ത, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാത്ത ഒരു പോയത്തിന്റെ അപ്രിസിയേഷൻ ആണ് നമ്മൾ അവിടെ പഠിച്ചത്. +2 വരുമ്പോൾ അല്ലേ കുറച്ചുകൂടെ കട്ടി കൂടിയ സാധനമാണ്. എന്ന് വെച്ചാൽ നമുക്ക് പഠിച്ചത്, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു പോയത്തിനെ നമ്മൾ കമ്പയർ ചെയ്യണം നമുക്ക് പഠിച്ചിട്ടില്ലാത്ത, നമുക്ക് ഫെമിലിയർ അല്ലാത്ത, നമുക്ക് അറിയാത്ത ഒരു പോയമായിട്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ കമ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ നോക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ പിടിച്ചോ. റീഡ് ദ പോയം ഗിവൻ ബിലോ, കമ്പയർ ദ പോയം വിത്ത് എനി വുമൻ ബൈ കാതറിൻ ടൈനൻ, മദർ ഓ മൈൻ ബൈ റുഡിയാർഡ് കിപ്ലിംഗ്. റുഡിയാർഡ് കിപ്ലിംഗിന്റെ ഒരു പോയമാണ് മദർ ഓ മൈൻ. അതുമായിട്ട് എന്ത് കമ്പയർ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എനി വുമൻ. കാതറിൻ ടൈനൻ എഴുതിയിട്ടുള്ള എനി വുമൻ ആണ് നമുക്ക് ഇവിടെ കമ്പയർ ചെയ്യേണ്ടതായിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങൾ കമ്പയർ ചെയ്യണം എന്ന് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഒന്ന്, തീം എപ്പോഴും സിമിലർ ആയിരിക്കും. ഈ മദർ ഓ മൈനിന്റെയും മദർ ഓ മൈൻ എന്ന് പറയുന്നതും അതുപോലെ എനി വുമൻ എന്ന് പറയുന്നതിന്റെയും തീം സിമിലർ ആണ്. മദർ എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ലവ് ഓഫ് മദർ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ തീം എന്ന് പറയുന്നത്. പക്ഷേ ഈ തീമിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. എന്തെങ്കിലും ചെറിയൊരു ഭാഗത്തിലായിരിക്കും അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. കുറച്ചും കൂടെ ന്യൂആൻസ്ഡ് ആയിട്ട് അമ്മയെ കുറിച്ച് പറയുന്ന സമയം തന്നെ അമ്മയെ കുറിച്ച് എങ്ങനെയാണ് അത് സംസാരിക്കുന്നത്? അമ്മയുടെ സാക്രിഫൈസിനെ കുറിച്ചാണോ, അതോ അമ്മ വീട്ടിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചാണോ സംസാരിക്കുന്നത് എന്നുള്ളൊരു വ്യത്യാസം അവിടെ ഉണ്ടാവും. പിന്നെ നമ്മൾ പറയേണ്ടത് ഇതിന്റെ ഒരു ടോണാണ്. ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഭയങ്കര മെലങ്കളിക് ആയിട്ടാണ് സംസാരിക്കുന്നത്. അതിന്റെ ടോണിനെ കുറിച്ച് പറയാം. പിന്നെ ഇതിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും, എന്ത് ഫോമിലാണ്, എന്ത് സ്റ്റൈലിലാണ് എഴുതിയത് എന്നുള്ളത്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ലിറ്റററി ഡിവൈസുകൾ, പോയറ്റിക് ഡിവൈസുകളെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്യുക. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഏത് ഭാഷയിൽ എഴുതിയെന്നുള്ളതല്ല, എന്താണ് അതിന്റെ ഭാഷ, ലൈക്ക് സിമ്പിൾ ആൻഡ് കൺസൈസ് ലാംഗ്വേജ് ഒക്കെ എന്ന് പറയുന്ന പോലെ എങ്ങനെയാണ്, എന്തൊരു തരത്തിലാണ് അതിലുള്ള ഭാഷ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊടുക്കുക. പെർസ്പെക്റ്റീവ്, ആരുടെ പോയിന്റ് ഓഫ് വ്യൂലാണ്, ചിലപ്പോൾ അതൊരു കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും, ചിലപ്പോൾ അതൊരു അമ്മയുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും. ആരുടെ പോയിന്റ് ഓഫ് വ്യൂലാണ് ഈ ഒരു കവിത പോകുന്നത്? അതുപോലെ തന്നെ കോണ്ടെക്സ്റ്റ്, നമ്മുടെ കാതറിൻ ടൈനൻ എഴുതിയിട്ടുള്ള എനി വുമൻ അതൊരു അമ്മയുടെ അത് ഒരു വീടിന്റെ കോണ്ടെക്സ്റ്റിലാണ്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ കോണ്ടെക്സ്റ്റിലാണ്, ഫാമിലിയുടെ കോണ്ടെക്സ്റ്റിലാണ് ആ കവിത പോകുന്നത്. ഇത് വായനക്കാരിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്. ഇത്രയും പോയിന്റുകൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിലൊരു 10 മാർക്ക് കിട്ടുള്ളൂ. സോ നിങ്ങൾ എഴുതുന്ന സമയത്ത് ഇത്രയും 10 പോയിന്റുകൾ ഈ 8 പോയിന്റുകൾ അതിൽ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഫോർ എക്സാമ്പിൾ ഈ ഒരു മദർ ഓ മൈൻ അതും നമ്മുടെ എനി വുമനുമായിട്ടുള്ള ഒരു കമ്പാരിസൺ നോട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിച്ചുതരാം. എന്തൊക്കെ കാര്യങ്ങൾ അതിൽ വരണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. The poem Mother O' Mine by Rudyard Kipling and Any Woman by Catherine Tynan celebrate the unconditional love and sacrifice of a mother. ഇതിലുള്ള തീം സിമിലർ ആണെന്ന് ഞാൻ പറഞ്ഞു. അൺകണ്ടീഷണൽ ലവ് ആൻഡ് സാക്രിഫൈസ് ഓഫ് എ മദർ, രണ്ട് കവിതയെ സംസാരിക്കുന്ന ഈ സിമിലർ തീമിൽ തന്നെയാണ്. പക്ഷേ while Kipling's poem focuses on child's deep gratitude and devotion, Tynan's poem portrays a mother as a binding force of a home, holding everything together. നമ്മുടെ റുഡിയാർഡ് കിപ്ലിങ്ങിന്റെ പോയത്തിൽ ഒരു കുട്ടിയുടെ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് കൂടുതലായിട്ട് സംസാരിക്കുന്നത്. അവിടെ തീമിലുള്ള ഒരു ചെറിയ വ്യത്യാസമാണ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ കാതറിൻ ടൈനന്റെ കവിതയിലേക്ക് വരുമ്പോൾ, ആ പോയത്തിലേക്ക് വരുമ്പോൾ ഇവിടെ സംസാരിക്കുന്നത് മദർ ആസ് എ ബൈൻഡിങ് ഫോഴ്സ്, അല്ലെങ്കിൽ വീട്ടിലുള്ള എല്ലാം ഹോമിന് ടുഗദർ കൊണ്ടുവരുന്നത്, അതിലൊരു ബൈൻഡിങ് ഫോഴ്സ് ആയിട്ട് ഒരു അമ്മ എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് കുറച്ചുകൂടെ നമ്മുടെ എനി വുമനിൽ സംസാരിക്കുന്നത്. ഇതാണ് ആ തീമിലുള്ള മാറ്റം എന്ന് പറയുന്നത്. കുറച്ചുകൂടെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് നമുക്ക് ടോണിനെ കുറിച്ച് സംസാരിക്കാം. ടോൺ ഇവിടെ ഭയങ്കര ഡീപ്ലി ഇമോഷണൽ ആണെന്ന് പറയുന്നുണ്ട്. In contrast, Any Woman carries a tone of admiration and selflessness. എന്ത് ടോണാണ് നമ്മുടെ എനി വുമനിൽ യൂസ് ചെയ്തത് എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ അല്ലേ, മദർ ഓ മൈൻ ഭയങ്കര ഷോർട്ട് ആൻഡ് റിപ്പിറ്റേറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ എനി വുമൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലോങ്ങർ ആയിട്ടുള്ള ഇലാബറേറ്റ് സ്ട്രക്ചറാണ് ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ലിറ്റററി ഡിവൈസുകളെ കുറിച്ചാണ് പിന്നീട് നമ്മൾ പറയേണ്ടത്. അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫിഗറേറ്റീവ് ലാംഗ്വേജുകൾ, അത് ഏകദേശം ഒന്ന് തന്നെയാണ്, ലിറ്റററി ഡിവൈസ്, ഫിഗറേറ്റീവ് ലാംഗ്വേജുകൾ. പിന്നെ ഇതിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അതുപോലെ തന്നെ ഇതിന്റെ കോണ്ടെക്സ്റ്റ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. വിക്ടോറിയൻ ഇറ എന്ന് പറയുന്നിടത്ത് കോണ്ടെക്സ്റ്റ്, എന്തൊരു സാഹചര്യത്തിലാണ് അത് എഴുതിയത് എന്നുള്ളത്, അത് വായനക്കാരിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ അവിടെ പറയേണ്ടത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഇതൊന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആരുടെ പെർസ്പെക്റ്റീവിലാണ്, എന്ത് ലാംഗ്വേജിലാണ്, എന്ത് കോണ്ടെക്സ്റ്റിലാണ്, അത് വായനക്കാരിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്. ഇത്രയും പോയിന്റുകൾ നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇന്ന കവിതയിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഇൻ കോൺട്രാസ്റ്റ് എന്ന് വെച്ചാൽ അതിന് വിരുദ്ധമായിട്ട് എനി വുമനിൽ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന് പറയണം. സോ ഈ 8 പോയിന്റുകൾ നിങ്ങളുടെ കമ്പാരിസൺ നോട്ടിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നമുക്കൊരു 10 മാർക്ക് നമുക്ക് ഷുവറായിട്ട് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓൾ ദി വെരി മച്ച് മക്കളെ. താങ്ക് യു.